അത് സീറോയിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന് ഒരുവിധം രക്ഷപ്പെട്ടു പോയ ആൾക്കാരുടെ ഒരു കഥ. അതൊക്കെ വളരെ എൻ്റെ അച്ഛൻ്റെ ഒരു വെൽഡിങ് വർക്ക്ഷോപ്പിൽ അച്ഛൻ്റെ ഒപ്പം ഒരു ഹെൽപ്പറായിട്ടാണ് നമ്മൾ തുടക്കം. സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, വട്ടം, പൂജ്യം തന്നെ. പൂജ്യത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് വരിക. നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടാവും, കുറേ ചെയ്യുന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഒന്നും ഉണ്ടാവില്ല. കൊണ്ടിട്ട് കൊടുക്കും, ചോദിക്കും, ആരും എടുക്കില്ല. നമ്മളെ പ്രൊഡക്റ്റ് ചോദിച്ചാൽ ആരും ഇത് വെക്കണ്ടേ, ഡിസ്പ്ലേ വെച്ചാൽ നമുക്ക് ഫസ്റ്റ് പരാജയം അവിടുന്നാണ്. ഒന്നല്ല, ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളാണ്. വളരെ എന്നും പ്രതിസന്ധികളെ ഉണ്ടായിട്ടുള്ളൂ. പെൺകുട്ടികളുടെ വെച്ചാൽ എനിക്ക് പറയാനുള്ളത് ബി ദ ബോസ് ഫസ്റ്റ്, ദെൻ ബോയ്സ്. ആൺകുട്ടികളുടെ വെച്ചാൽ സെറ്റ് ദ ഗോൾ ഫസ്റ്റ്, ദെൻ ഗേൾസ്. ഒത്തിരി പേരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു എപ്പിസോഡായിരിക്കും അത്. ഹീറോയിൽ നിന്ന് സീറോ ആയ ബിസിനസ് തകർന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റിനുമുണ്ട്. എന്നാൽ സീറോയിൽ നിന്ന് ഹീറോ ആയ വളരെ ചുരുക്കം പേർ മാത്രമേ നമുക്ക് ചുറ്റിനുള്ളൂ. ഈ ഒരു ചുരുക്കമെന്ന എണ്ണത്തിന് ഒരു അന്ത്യം കുറിക്കാനായിട്ട് ഒരു സംരംഭകൻ ഇറങ്ങിത്തിരിച്ച ഒരു കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. സീറോ ടു ഹീറോ എന്ന പ്രൊജക്റ്റിൻ്റെ സൃഷ്ടാവായിട്ടുള്ള സുധീഷ് വാര്യരാണ് ഇന്ന് ടേണിംഗ് പോയിന്റിൽ അതിഥിയായിത്തിരിക്കുന്നത്. വെൽക്കം ടു ടേണിംഗ് പോയിന്റ്. താങ്ക് യു സാർ. ഇത് ഒരു റെവല്യൂഷണറി പ്രൊജക്റ്റാണ് സീറോ ടു ഹീറോ എന്നുള്ളത്. അതിലേക്ക് എത്തും മുൻപ് തന്നെ സാറിൻ്റെ സ്വദേശം എവിടെയാണ്? ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ ഏലംകുളം EMSൻ്റെ നാട്ടിലെ ഏലംകുളത്താണ് ശരിക്കും നമ്മുടെ സ്വദേശം. ഓക്കെ. പഠിച്ചതാണ് ഏലംകുളത്ത് തന്നെയാണ്. കുന്നക്കാവ് ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു. പിന്നെ പ്രീ ഡിഗ്രി ഗുരുവായൂർ ശ്രീകൃഷ്ണ, ഡിഗ്രി ഒറ്റപ്പാലം NSS കോളേജ്. അങ്ങനെയാണ്. സാർ, ഈ സീറോ ടു ഹീറോ എന്ന പ്രോജക്റ്റ് എന്താണ്? അത് സീറോയിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന് ഒരുവിധം രക്ഷപ്പെട്ടു പോയ ആൾക്കാരുടെ ഒരു കഥ, അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാന്നുള്ള നമ്മുടെ അനുഭവങ്ങൾ. നമ്മളൊക്കെ സീറോ എന്ന് വന്നാണല്ലോ. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ എന്തെങ്കിലും കുറച്ച് ആയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് മറ്റുള്ളവരൊക്കെ ഒന്ന് അറിയിക്കുക, അവർക്കൊരു ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സാർ, ഇപ്പോൾ നമ്മുടെ ചുറ്റിനും ഒത്തിരി ഹീറോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം സീറോയിലൊക്കെ ഒരു കഥ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷേ സീറോയിൽ നിന്ന് ഹീറോ ആയവർ വളരെ ചുരുക്കമാണ്. സാർ, ഈ പ്രോജക്റ്റിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്താണ്? ഞാനൊക്കെ വളരെ എൻ്റെ അച്ഛൻ്റെ ഒരു വെൽഡിങ് വർക്ക്ഷോപ്പിൽ അച്ഛൻ്റെ ഒപ്പം ഒരു ഹെൽപ്പറായിട്ടാണ് നമ്മൾ തുടക്കം. അവിടുന്ന് ഇപ്പം നമ്മൾ കുറേ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ആയല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, കുറേ കുട്ടികളുണ്ട്, കുറേ ആഗ്രഹങ്ങളുണ്ടാവും, എന്തെങ്കിലും ചെയ്യുന്ന ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ അവരെവിടെ എത്താതെ അവർക്ക് ആരും സഹായിക്കാനില്ല, നല്ല വഴി കാണിച്ചു കൊടുക്കാനില്ല. നേരായ വഴികളിലൂടെ അവരെ ഈ ഒരു സീറോയിൽ നിന്നും ഒരു ഹീറോ ആക്കി മാറ്റണം. സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾക്കാർ, സൊസൈറ്റിക്ക് ഒരു ഗുണമുള്ള ആൾക്കാരാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം. അതാണ് നമ്മൾ സീറോ ടു ഹീറോ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ സാറിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കഷ്ടപ്പാടുകളാണ് നമ്മൾ ഇതിലേക്ക് എത്തിച്ചത്. അതെ അതെ. അപ്പം അന്ന് നമ്മൾ നേരിട്ട കഷ്ടപ്പാടുകൾ എന്തൊക്കെയായിരുന്നു? അത് എൻ്റെ അച്ഛനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൽ. പിന്നെ അവിടുന്ന് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നിട്ട് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി ശ്രമിച്ചു. തുടങ്ങി അത് അങ്ങോട്ട് അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലേക്ക് ആക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു ചെറിയ ഒരു വർക്ക്ഷോപ്പിൽ ഒതുങ്ങി. ഒരു ഗേറ്റ് ഗ്രില്ല് എന്നുള്ള ഒരു ഗേറ്റും ഗ്രില്ലും ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ മാത്രമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒപ്പം ഞാൻ ഒപ്പം പഠിക്കുന്ന കാലം മുതൽ അച്ഛൻ്റെ ഒപ്പം 5-6 ക്ലാസ് മുതൽ അച്ഛൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ അച്ഛന് ചെയ്യും. അച്ഛൻ അതിന് എന്താ വെച്ചാൽ ഹെൽപ്പിങ് പണികളൊക്കെ ഞാൻ ചെയ്തു, ഹെൽപ്പറായിട്ടുള്ള പണികളൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ അങ്ങനെ അച്ഛൻ്റെ പിന്നാലെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ ഒരു 10ാം ക്ലാസ് വരെ ഫുള്ള് സ്കൂൾ വിട്ടാൽ അവിടെ ഉണ്ടാവും. പിന്നെ സ്കൂളൊക്കെ ഷിഫ്റ്റാണ്, ഉച്ച വരെ ഉണ്ടാവും. ഉച്ച കഴിഞ്ഞാൽ ഞാൻ ഇൻഡസ്ട്രിയിൽ പോവും. ഈ വെൽഡിങ് പണി, ഗ്രൈൻഡിങ്, ഇങ്ങനത്തെ സാധാരണ ഒരു ഇതില്ല, ഒരു വെൽഡറെ ഒപ്പമുള്ള പരിപാടികളൊക്കെ തന്നെയായിരുന്നു. പിന്നെ അവിടുത്തെ പടിപടിയായിട്ട് നമ്മൾ ഓരോ സമയത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ദൈവം അങ്ങനെ സഹായിച്ച് നമ്മൾക്ക് ഓരോന്ന് ചെയ്തു. നമ്മളതിങ്ങനെ പൂർത്തീകരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെൽഡിങ് വർക്ക്ഷോപ്പായിരുന്നു. അവിടുന്ന് അങ്ങനെ നമ്മൾ പിന്നെ റോളിംഗ് ഷട്ടർ തുടങ്ങി. ഷട്ടർ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റീൽ അലമാര കമ്പനി. ആ സ്റ്റീൽ അലമാര കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഫർണിച്ചറിക്ക് കുറേശ്ശെ വന്നു. ഫർണിച്ചർ, എല്ലാത്തരം ഫർണിച്ചറുകളും. പിന്നെ റീറ്റെയിൽ ഷോറൂമുകൾ നമ്മൾ 2-3 പാർട്ട്നേഴ്സ് കൂടി ചേർന്നിട്ട് ഷോറൂമുകൾ. അങ്ങനെ ഓരോ രീതിയിൽ ഓരോ സമയത്തിനനുസരിച്ചുള്ള കൂട്ടുകെട്ടുകളും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും വരുത്തി. ഇപ്പോൾ നമ്മൾ മൊണാർക്ക് ഫർണിച്ചറുണ്ട് പാലക്കാട്, ഞങ്ങൾക്ക് 4 ഷോറൂമുകളുണ്ട്. പിന്നെ മൊണാർക്ക് D9 റെസ്റ്റോറൻറ്റ്. അതിന് പുറമെ ഇപ്പോൾ ഞങ്ങളൊരു ഫ്രാഞ്ചൈസി രീതിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മാക്ഫൺ എന്നുള്ള ബ്രാൻഡിൽ ഞങ്ങൾ 10-35 വർഷമായല്ലോ. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡ് ഫ്രാഞ്ചൈസി ആയിട്ട് മാക്ഫൺ എന്നുള്ള രീതിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഫർണിച്ചറിൻ്റെ ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു സീറോയിൽ നിന്ന് ഹീറോയിലേക്കുള്ള ഒരു റൂട്ട്. റോൾ മോഡൽ അച്ഛൻ തന്നെയായിരുന്നു. അതെ, അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ കഷ്ടപ്പാട്. അതെ 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 അതെ. ശരിക്കും നമ്മൾ മൊണാർക്ക് എന്ന ബ്രാൻഡ് നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഒരു ചെറിയൊരു വൺ വേഡിലായിട്ട് സാർ പെട്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ പിന്നിൽ ഒത്തിരി ക്രൈസിസ് അല്ലെങ്കിൽ നമ്മളത് ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി
എഫർട്ട് എടുത്തിട്ടുണ്ടാവും. അതെ അതെ. അതൊന്ന് വിശദീകരിക്കാവോ? അത് ഞങ്ങൾ 4 പാർട്ട്നേഴ്സ് കൂടിയിട്ടാണത്. അപ്പോൾ ഞങ്ങളൊരു ആശയം ഇങ്ങനെ നമ്മൾ 4 ആൾ കൂടിയിട്ട് ഇങ്ങനെ ഒരു ഫർണിച്ചർ ഷോറൂം തുടങ്ങി. അത് ആദ്യം ഞാനും എൻ്റെ ഒരു മരിച്ചുപോയ പാർട്ട്ണർ ഉണ്ടായിരുന്നു, പ്രമോദ് പറയും, ഞങ്ങൾ രണ്ടും കൂടി തുടങ്ങി. പിന്നെ അതിനൊപ്പം ഞങ്ങൾ 2 പാർട്ട്നേഴ്സും കൂടി ആഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഓരോ സമയത്തും പിന്നെ വേറെ ഷോറൂമുകൾ തുടങ്ങുമ്പോൾ അതിലേക്ക് ഓരോ പാർട്ട്നേഴ്സിനെ ആഡ് ചെയ്തു. അങ്ങനെ വിപുലീകരിച്ച് വരികയാണ്. ഷോറൂമുകൾ ഓരോ സ്ഥലത്തും ഓരോ പാർട്ട്നേഴ്സിനെ ചേർക്കും. ആ ഷോറൂം വിപുലീകരിച്ച് പാലക്കാട് ടൗണിൽ മാത്രം ഇപ്പോൾ നമുക്ക് 4 ഷോറൂമുണ്ട്. പിന്നെ പുറത്ത് ഹോൾസെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട്. ഫർണിച്ചറായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നന്നായി ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ 0 to Hero എന്ന ഈ ഒരു പ്രോജക്റ്റ്, 0 എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 0 എന്ന് പറഞ്ഞാൽ എന്താണ്? വട്ടം, 0 തന്നെ. 0 ഒന്നും ഇല്ലായ്മയെന്ന് വരിക. നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടാവും, കുറേ ചെയ്യുന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഒന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ അങ്ങനെ വന്നല്ലേ, നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, നമുക്ക് ഒന്നും ഉണ്ടായില്ല. നമുക്ക് മൈനസാണ്, 0 അല്ല, മൈനസ് എന്ന് വന്ന ആൾക്കാരാണ്. പിന്നെ ഓരോ സമയത്തും അതിന് സാമ്പത്തിക സ്ഥിതികൾ റെഡിയാക്കണം, ഓരോ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി ഓരോ ഈ സമയത്തും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഹീറോ ആയി മാറണം. നാട്ടിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരാളായി മാറണം. പല രീതിയിൽ അറിയപ്പെടാം, നല്ല രീതിയിൽ അറിയപ്പെടുന്ന നാട്ടിൽ എല്ലാവർക്കും ഒരു ഗുണം ചെയ്യുന്ന ഒരാളായി മാറുക എന്നുള്ളതാണല്ലോ. ആ രീതിക്ക് നമ്മൾ എത്തിപ്പെടണം. അതാണ്. ഇപ്പോൾ സാർ, ഇപ്പോൾ ഈ 0 to Hero ഈ പ്രോജക്റ്റ്, ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? 0 to Hero പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറേ കുട്ടികൾ നമ്മുടെ പലരും ഉണ്ടാവും നാട്ടിൽ, പലരും ചെയ്യുന്ന ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവരുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ പല സാഹചര്യങ്ങളും അവർക്ക് ഒത്തു വന്നിട്ടുണ്ടാവില്ല. അപ്പം നമ്മളൊക്കെ ഒരു ബിസിനസ് തുടങ്ങാൻ നോക്കുമ്പോൾ നമ്മുടെ ഒരു പൈസ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ അന്ന് നാട്ടിലൊക്കെ കുറേ ആൾക്കാർ നമ്മളെ ആവശ്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മക്ക് ഒരു പേരുണ്ടാവുകൊണ്ട് കടം തരാനും സഹായിക്കാനൊക്കെ പലരും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പലർക്കും അത് ഉണ്ടാവില്ല. നമ്മൾ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ നാട്ടുകാർ സഹായിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അപ്പം നമുക്ക് കുട്ടികൾക്ക് പൈസയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിലും അവരെ പല രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവരെ ഒരു 5 ഘട്ടമായിട്ട് നമ്മുടെ ഒരു പ്രോസസ്സാണ്. നമ്മൾ ഈ ഗ്രോത്ത് ക്യാമ്പയിന് നമ്മളും കൂടി ചെയ്തിട്ട് അത് ഒരു 5 പ്രോസസ്സുകളിലൂടെ കുട്ടികളെ സെലക്ഷൻ മുതൽ അവർക്കൊരു ഹീറോ ബാഡ്ജ് ഞങ്ങൾ ലാസ്റ്റ് കൊടുക്കും. ആ ഹീറോ ബാഡ്ജ് കിട്ടിയാൽ അവർക്ക് നല്ല ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ, അല്ലെങ്കിൽ നല്ലൊരു സ്ഥാപനത്തിൽ ആ കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് വളർത്തിയെടുക്കും അവർ. ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ 10-30 കുട്ടികളെ കിട്ടി നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഈ ഡൈവേഴ്സിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ മൊണാർക്ക് പല ബ്രാഞ്ചുകളും പിന്നെ വേറെ പല രീതിയിലേക്കും ബിസിനസ്സിലേക്ക് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തന്നെ 10-30 ആളെ കിട്ടിയാൽ ഇപ്പോൾ നല്ല ട്രെയിൻ ചെയ്ത നല്ല ആൾക്കാരെ കിട്ടണം. വെറും MBA ഉണ്ടായതുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. ബിസിനസ് ചെയ്യാൻ അറിയണം, അത് ചെയ്ത് വിജയിപ്പിക്കാൻ അറിയണം. അങ്ങനത്തെ ആൾക്കാരെ വേണം നമുക്ക്. നാട്ടിൽ കിട്ടാനില്ല, നല്ല പിള്ളേരെ കിട്ടാനില്ല. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഇതിലേക്ക് വേണ്ട ആളുകളെ എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക? അത് ഞങ്ങളൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ ആദ്യം അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്, അതിൽ കുട്ടികളെ വിളിക്കും, അത് തിരഞ്ഞെടുക്കും. അത് നമ്മളൊരു 5 ഘട്ടമായിട്ട് പ്രോസസ്സുണ്ട്. ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാം തിരഞ്ഞ് ഒരു 100-200 ആളെ 100-300 ആളെ തിരഞ്ഞെടുത്താൽ നമുക്കൊരു 30 ആളെ കിട്ടണം. 30 ആളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ആ 30 ആളെ കിട്ടി അവർക്ക് നമ്മൾ ലാസ്റ്റ് ഒരു ഹീറോ ബാഡ്ജ് കൊടുക്കും. ഹീറോ ആക്കി മാറ്റും. അവർ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ആൻറ്റർപ്രണർ ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ. ഇത് എത്ര ഡ്യൂറേഷൻ നീണ്ടി? നമ്മളൊരു 1.5 വർഷത്തെ പ്രോസസ്സാണ്. നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചായി. ഒരു 1.5 വർഷം കൊണ്ട് ഞങ്ങളത് പൂർത്തീകരിക്കുന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. ഇതിലെന്തെങ്കിലും ഫീസ് അങ്ങനെ ഒരു പൈസ ആയിരുന്നു വാങ്ങണില്ല. ഒരു പൈസ ആർക്കും ഒന്നും ആയിരുന്നു വാങ്ങണില്ല. ഒരു സഹായം ആയിരുന്നു വാങ്ങണില്ല. ഫുള്ള് തികച്ചും ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സാർ, ഇപ്പോൾ നമ്മുടെ ഒരു ബിസിനസ് ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയാണ് സാർ കാണുന്നത്? ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഒരു 30 കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യും. ഞങ്ങളിപ്പോൾ ആദ്യം മൊണാർക്ക് ഫർണിച്ചർ തുടങ്ങി. മൊണാർക്ക് ഫർണിച്ചറിൻ്റെ ഒരു ചെറിയ സ്ഥാപനമാണ്, ഒരു 5000 സ്ക്വയർ ഫീറ്റിലെ ഒരു സ്ഥാപനമാണ് ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയത്. പാലക്കാട് ഒലോക്കോട് പുതുപ്പരിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വളരെ റിമോട്ടായ ഒരു ഏരിയയിലാണ് ഞങ്ങൾ തുടങ്ങിയത്. അവിടുന്ന് ഞങ്ങൾ ഇന്ന് ഇത്രയും വലിയ 4 ഷോറൂമുകൾ, വലിയ 4 ഷോറൂമുകൾ, അത്യാവശ്യം നല്ല സെയിൽ ചെയ്യുന്ന 4 ഷോറൂമുകൾ ഞങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ മൊണാർക്ക് D9 എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ്, പാലക്കാട് ഏറ്റവും വലിയ പ്രീമിയം ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ് ഞങ്ങളുടെയാണ്. ഞങ്ങൾ ചെയ്തപ്പോൾ 5 വർഷത്തോളം ആവാനായത്. നല്ല വൃത്തിയായിട്ട് ദൈവം സഹായിച്ച് നല്ല ഭംഗിയിൽ നടന്നു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ അടുത്ത ഒരു ഘട്ടത്തിലേക്കാണ്. നമ്മളിപ്പോൾ ഒരു സാച്ചുറേഷൻ പോയിൻ്റ് ആയാൽ അടുത്ത ഘട്ടം നമ്മൾ ഫ്രാഞ്ചൈസി സ്റ്റൈലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫ്രാഞ്ചൈസി മാക്ഫൺ എന്നുള്ളൊരു ബ്രാൻഡ് ഉണ്ട്. ഞങ്ങൾ സൗത്ത് ഇന്ത്യ മൊത്തം ഹോൾസെയിൽ ചെയ്തിരുന്നതാണ്. അതിൻ്റെ ഫസ്റ്റ് ഫ്രാഞ്ചൈസി ഞങ്ങളിപ്പോൾ പാലക്കാട് ചന്ദ്രനഗർ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത 2 ഫ്രാഞ്ചൈസി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു 2030 വലിയ 100ഉം 1000ഒന്നും ഞങ്ങൾ പറയുന്നില്ല, 2030 ഒരു 30 ഫ്രാഞ്ചൈസി മാക്ഫണിൻ്റെ ബ്രാൻഡിൽ ഒരു 30 ഷോറൂമുകൾ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ഉണ്ടാവും. അതാണ് ഞങ്ങൾ ആ ഒരു പ്രോസസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് അത് നടത്താനും അത് ഏൽപ്പിച്ചിട്ട് അതിൻ്റെ ഭാഗമാകാനും പറ്റിയ ഒരു 30 കുട്ടികളെ ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആഗ്രഹം തന്നെ. അവർ ഒരു പൈസയും മുടക്കാതെ അവർ ആൻട്രപ്രണറാക്കി മാറ്റും. അവരെ ഉടമസ്ഥരാക്കി ഒരു
നടത്തിപ്പും എല്ലാം അവർ തന്നെ. അവർ ഒരു പൈസയും മുടക്കണ്ട, നമ്മുടെ ആൾക്കാർ നമ്മളെ സ്ഥാപനം സെറ്റ് ചെയ്ത് കൊടുക്കും, എല്ലാം ചെയ്തു കൊടുക്കും. അവർ നടത്തുക, അതിനെന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ നമുക്ക് തരിക, അത് അവർ കൊടുക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഈ 30 പേരെ നമ്മൾ ചൂസ് ചെയ്യാവുന്ന ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. അതെ അതെ. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഞങ്ങളിപ്പോൾ ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് ആകെ ഒരാളെ കിട്ടിയിട്ടുള്ളൂ. അതെയോ? ആ ഒരാള് ശരിയായിട്ട് കിട്ടിയിട്ടുള്ളൂ. ബാക്കി പ്രോസസ്സിലാണ്, അണ്ടർ പ്രോസസ്സിലാണ്. ആ ആളിപ്പോൾ അവിടെ നമ്മളെ പാലക്കാട് ടൗണിൽ പുതിയ ഷോറൂം വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ആദ്യത്തെ മാസം തന്നെ ബ്രേക്ക് ഈവനായിട്ട് അവനത് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആയിപ്പോൾ ഞങ്ങളിനി ബാക്കി 29 ഷോറൂം 2030 29-30 കുട്ടികളെ ഞങ്ങൾ തിരഞ്ഞെടുക്കും, അവരെ കൊണ്ട് ചെയ്യിക്കും. അതാണ് ഞങ്ങളെ ഒരു എയിം, ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ്. ഇപ്പൊ ഈ ഒരാളെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ, എത്ര പേര് നിന്നാണ് ഈ അത് 10 വലിയൊരു പ്രോസസ്സാണ്. കുറച്ച് അധികം ആൾക്കാരെ കിട്ടിയത്. പക്ഷെ നമുക്കത് പല ക്രൈറ്റീരിയ ഉണ്ടല്ലോ, അതെല്ലാം റെഡിയായി ഒരാളെ കിട്ടുക വലിയ പ്രയാസമാണ്. അപ്പൊ നമ്മളിപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ. സാർ, ഇപ്പോൾ സംരംഭ ജീവിതത്തിൽ എത്ര വർഷമായി? ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ മുതൽ ഫുള്ളായിട്ടുണ്ട്. 10-35 വർഷത്തോളമായി ഇപ്പോൾ. നമ്മളിപ്പോൾ ഈ ഒരു 35 വർഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി നമ്മൾ വേദനിപ്പിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കുന്നതും മറക്കാൻ പറ്റുന്ന ഒത്തിരി മുഹൂർത്തങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മളെ എൻ്റർടൈൻ ചെയ്തത് അല്ലെങ്കിൽ മറക്കാനാവാത്ത അങ്ങനെയുള്ള അനുഭവങ്ങളൊന്ന് വിശദീകരിക്കാമോ? അല്ല, അതിപ്പോൾ ഒന്നല്ല, ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളാണ്. വളരെ എന്നും പ്രതിസന്ധികളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ആ പ്രതിസന്ധികൾ തരണം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. ഒരു പ്രതിസന്ധി, അത് എന്നും പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധികൾ തീർന്നു പോരുമ്പോൾ വലിയ സുഖമാണ് നമുക്ക്. അതിലൊരു വലിയ ആനന്ദം, വലിയ ലഹരിയാണത്. പ്രതിസന്ധികൾ വേണം, അത് തരണം ചെയ്യലാണല്ലോ നമ്മുടെ ഒരു ആൻട്രപ്രണർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സാറിപ്പോൾ പറഞ്ഞാൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതെന്തായിരുന്നു? പ്രീ ഡിഗ്രിക്ക് അല്ല, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. പ്രീ ഡിഗ്രിക്കൊക്കെ അച്ഛനൊപ്പം തന്നെയാണല്ലോ. ഡിഗ്രി ഒറ്റപ്പാലം NSS കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ പാർട്ണർ പറഞ്ഞാൽ എൻ്റെ പ്രൊഫസറാണ്, HOD ആണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് രവീന്ദ്രൻ സാറാണ്. സാറ് ഞങ്ങൾ ഈ കോളേജിൽ ഞാൻ പഠിക്കാൻ വളരെ മോശമാണല്ലോ. അപ്പോൾ സാറ് ആ വർഷം റിട്ടയർ ചെയ്യാണ്. അപ്പോൾ സാറ് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവനെ ഈ വർഷം പരീക്ഷ എഴുതിപ്പിക്കാൻ പാടില്ല, കാരണം ഒരാൾ തോറ്റാൻ മോശമല്ലേ. സാറ് റിട്ടയർ ചെയ്യുന്ന വർഷത്തിൽ അവിടെ ഒരാൾ തോറ്റാൻ മോശമല്ല. അപ്പോൾ ഞാൻ പരീക്ഷ എഴുതിയില്ലേ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞില്ല, ഞാൻ എങ്ങനെയും അവനെ പഠിക്കാൻ പറയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സാറായിട്ട് എന്നെ നല്ല അടുപ്പാണ്. സാറ് അങ്ങനെ ആ റിട്ടയർ ചെയ്യുന്ന വർഷം സാറ് ഒരു ഐസ്ക്രീം കമ്പനി തുടങ്ങാണ്. അപ്പോൾ ആ ഐസ്ക്രീം കമ്പനി തുടങ്ങുമ്പോൾ സാറ് കുറേ അന്വേഷിച്ചു, ആൾക്കാരെ ഒന്നും സെറ്റാവണില്ല. അവസാനം എന്നോട് പറഞ്ഞു, സുധീഷ് നീ വാ, നമുക്കൊരു സാധനം ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ഡിഗ്രി തോൽക്കുന്നുള്ള ധാരണ. അപ്പോൾ എന്തായാലും അടുത്ത പണി വേണം, നാട്ടിലേക്ക് പോയാലും പ്രശ്നമാണ്, കമ്പനിയൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ ഒപ്പം എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ശരി, ഞാൻ കൂടെ പറഞ്ഞു. ഞങ്ങളൊരു 1.5 വർഷം നന്നായി നടത്തി. അപ്പോഴേക്ക് അച്ഛനും അമ്മയ്ക്കും അവിടെ ഞാൻ എന്നെ തിരിച്ച് പോരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോന്നു. പിന്നെ ഞാൻ സാറോട് നല്ല രീതിയിൽ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അച്ഛൻ്റെ ഒപ്പം തന്നെ നിൽക്കുക ചെയ്തത്. ഐസ്ക്രീം കമ്പനിയാണ് ഞാൻ ഫസ്റ്റ് പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയതല്ല, ഞാനൊന്നും മുടക്കിയിട്ടൊന്നുമില്ല. നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഇതിൽ ബിസിനസ്സിൽ ആദ്യത്തെ പാർട്ട്ണർ എൻ്റെ അധ്യാപകനാണ്. അത് സക്സസ് ആയിരുന്നു. ഞാനുള്ളവർ സക്സസ് തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ വിട്ടുപോകുന്നു. പിന്നെ ഞങ്ങളെ ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ അങ്ങനെയാണ് പോകുന്നതാണ്. ഓക്കെ. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞു പ്രതിസന്ധികൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഉണ്ടാകണം. പ്രതിസന്ധികളില്ലെങ്കിൽ ബിസിനസ്സുകാരനില്ല. ഈ സാറിനെ സംബന്ധിച്ച് സാറിന് ഒത്തിരി ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്. അത് ഓവർകം ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കുന്നത്? അങ്ങനെ ഇപ്പോൾ ഒരു പ്രതിസന്ധി വരും ചോദിച്ചിട്ട് ഒരു മുൻകരുതലായിട്ടൊന്നും നമ്മളില്ല. ഓരോ സാധനം വരുമ്പോഴല്ലേ ഇപ്പോൾ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ അതിനുള്ള മനസ്സിന് ശക്തി കിട്ടുക തന്നെ, വേറെ ഇപ്പം അതിലെന്താ ഉള്ളത്? അല്ല, നമ്മളിപ്പോൾ ഒരു ആൾ ഇന്ന് പ്രതിസന്ധി പറഞ്ഞിട്ട് വരുമൊന്നുമില്ലല്ലോ. നമ്മൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് അതിനെ തരണം ചെയ്യാനുള്ള പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യാന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ധൈര്യമായിട്ട് നേരിടുക തന്നെ. മെയിനായിട്ട് ഇപ്പം എന്താ ബിസിനസ്സിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുന്നല്ലേ, വേറെ എന്താണ് പ്രതിസന്ധി? മെയിൻ പ്രതിസന്ധി അതാണല്ലോ. അത് തരണം ചെയ്യാന്നുള്ളതാണ്. അത് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരൊക്കെ നമ്മളെ വളരെ സഹായിച്ചിട്ടാണ് നമ്മൾ ഈ നിലയ്ക്ക് എത്തിയിട്ടുള്ളത്. പല രീതിയിലും പല സമയങ്ങളിലും പല തരത്തിലും സഹായിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നന്ദി പറയാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഓരോ പാർട്ട്ണർഷിപ്പിലും ഇപ്പോൾ തുടങ്ങുമ്പോൾ ഓരോരുത്തരുടെ സഹായം കൊണ്ടാണ് നമ്മളൊക്കെ എത്തിയിട്ടുള്ളത്. സാർ ഇപ്പോൾ ഒത്തിരി ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യമായിട്ട് പിതാവിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ബിസിനസ് ജീവിതത്തിലുണ്ടായ മേജർ വഴിത്തിരിവുകൾ, ടേണിംഗ് പോയിന്റുകൾ എന്തൊക്കെയാണ്? ടേണിംഗ് പോയിന്റ് പറഞ്ഞാൽ, ഞാനിപ്പോൾ അമ്മ അവിടെ ഞങ്ങളെ പെരിന്തൽമണ്ണ ചെറുകര പറയും, അവിടുത്തെ സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പോൾ ഞങ്ങളെ വീട് കുറേ ഉള്ളിലാണ്. അപ്പോൾ അവിടുന്ന് ബസ്സൊന്നുമില്ല, അന്നൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. 3-3.5 കിലോമീറ്ററൊക്കെ നടന്നു വരണം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളെ ഇൻഡസ്ട്രിയിൽ അടുത്തൊരു ഇത്തിരി സ്ഥലമുണ്ട്.
പിന്നെ അച്ഛനൊപ്പം പണിയെടുത്തിട്ട് അത്യാവശ്യം കുറച്ച് പൈസ ഒക്കെ ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഇവിടെ അവിടെ വീടൊന്നുമില്ല, ഒരു ഓലപ്പരേ ഉള്ളൂ. അപ്പം എന്നാൽ ഇവിടെ ഒരു വീടൊക്കെ വെക്കുക, അത്യാവശ്യം എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഒക്കെ ആയി. അപ്പോൾ ഞങ്ങളൊരു എഞ്ചിനീയറെ വിളിച്ചു കൊടുത്തിട്ട് അവിടെ പീതാംബരൻ സാറ് പറയും, സാറെ വിളിച്ചു കൊടുത്തിട്ടൊരു വീട് വെക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഒക്കെ മൂപ്പരി കോമ്പസൊക്കെ വെച്ച് നോക്കി ഒക്കെ സാധനമൊക്കെ നോക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ഇപ്പം ആദ്യം ഈ വീടൊന്നും ഉണ്ടാക്കണ്ട, ആദ്യം എൻ്റെ ഇൻഡസ്ട്രി ഒന്ന് നന്നാക്കി, അതൊരു ചായ്പുള്ളൂ, അതിലിങ്ങനെ പണിയൊക്കെ നടക്കണല്ലേ, അതിനാദ്യം ഒരു വാതിലൊക്കെ വെച്ച് പൂട്ടുന്നൊക്കെ ഇട്ട് ഒരു മതിലൊക്കെ കെട്ടി വൃത്തിയാക്കിയിട്ട് ആദ്യം അത് വൃത്തിയാക്കുക, എന്നിട്ടൊക്കെ മതി വീട് പറഞ്ഞു. ഞാൻ അന്ന് ഇങ്ങനെ ഒരുക്കൂട്ടിയിട്ടേ ഒരു KSFയിൽ ചേർന്നായിരുന്നു. എൻ്റെ അമ്മയും ഞാനും കൂടി ചേർന്നിട്ട് ഒരു KSFയിൽ പകുതി പൈസ അമ്മയും തരും, പകുതി ഞാൻ ഇട്ടിട്ട് KSFയിൽ 2 ലക്ഷം ഉറുപ്പിയുടെ ചിട്ടി. ആ ചിട്ടി കിട്ടിയാണ്, KSF ചിട്ടി കിട്ടിയാണ് നമ്മളെ എല്ലാ തുടങ്ങും ഉഷാറായത് അവിടെ നിന്നാണ്. ആ ചിട്ടി കിട്ടിയ പൈസ കൊണ്ട് വീട് വെക്കാൻ തുടങ്ങി. ആ വീട് വെച്ചു വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതം കഴിഞ്ഞിട്ടുണ്ടാവും. അന്ന് വീട് വെക്കാതിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ 2 ലക്ഷം ഉറുപ്പിക, അന്ന് 200 രൂപ സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. 10-25 കൊല്ലം മുന്നത്തെ കാര്യം കേട്ടോ. 97-2000 2000-ലൊക്കെയാണ്. അന്ന് 200-250 ഉറുപ്പിക സ്ക്വയർ ഫീറ്റ് വീടിന് വെക്കാനുള്ളൂ, അല്ലെങ്കിൽ 500 രൂപ താഴെ ഉള്ളൂ. അപ്പോൾ ആ പൈസ കൊണ്ട് വീട് വെച്ചാൽ എൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അന്ന് വീട് ഞാൻ വെക്കാത്തതുകൊണ്ട്, അന്ന് ആ ഓലപ്പരയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് KSFയോടാണ്. ഇപ്പോൾ ഒരു 3 പതിറ്റാണ്ട് നീണ്ടിരിക്കുന്ന ഒരു സംരംഭ യാത്രയിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ സാറ് ഒറ്റ ബിസിനസ്സിൽ മാത്രമേ നിൽക്കുന്നത്. ഫർണിച്ചർ, അതുപോലെ ഹോട്ടൽ ഇൻഡസ്ട്രി, അങ്ങനെ പല പല ബിസിനസ്സിലേക്കാണ്. ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അത് ഓരോ സമയങ്ങളിൽ എത്തിപ്പെട്ടു എന്നുള്ളൂ. പക്ഷേ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് എല്ലാം ചെയ്തത്. ഒരു സുപ്രഭാതത്തിലൊന്നും വന്ന് തന്നെ പെട്ടിട്ടില്ല. നമ്മൾ എല്ലാം കുറച്ച് അത്യാവശ്യം ഈ യൂട്യൂബിൽ നിന്നൊക്കെ തുടങ്ങിയപ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ കാണും. അതിന് മുന്നേ കുറച്ച് വായന ഉണ്ടായിരുന്നു. പിന്നെ ഈ വിജയിച്ച ആൾക്കാരെയും പരാജയപ്പെട്ടവരൊക്കെ കഥകൾ നമ്മൾ കേൾക്കും, വായിക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഇന്നൊക്കെ പാടെ ഒരു ചെറിയൊരു ഫോർമുല എൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 1, 2, 3 ഫോർമുല. ഒരു ഏരിയയിൽ ഒരു 2 മണിക്കൂർ വെച്ചിട്ട് ഒരു 3 മാസം മിനിമം നമ്മളതിനെപ്പറ്റി പഠിക്കും. എന്നിട്ട് ആണ് എന്ത് സംരംഭങ്ങൾക്കും പോകുള്ളൂ, മിനിമം കേട്ടോ. നമ്മൾ ഹോട്ടലൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട്, നമ്മളെ പാർട്ട്നേഴ്സ് ഉണ്ട്, പക്ഷേ എങ്കിൽ കൂടി ഞാനും ഫാമിലിയൊക്കെ ആയിട്ട് ഒരു 2-3 വർഷം അതിനെപ്പറ്റി പഠിക്കുകയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളെ ഫ്രണ്ട്സും നമ്മളെ പാർട്ട്നേഴ്സും നമ്മളെ ഫാമിലി എല്ലാം അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വന്നതല്ല. അതിന് അങ്ങനെ പഠിച്ച് നമ്മളിപ്പോൾ ഒരു ഏരിയയിൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ പാലക്കാട് ടൗണിൽ നമ്മളൊരു ഹോട്ടലിൽ ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യണത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നല്ല ഫുഡ് കൊടുത്തുകൊണ്ട് മാത്രമൊന്നും ഒരു കാര്യമില്ല. അപ്പം ഞങ്ങൾ അവിടെ എല്ലാ പ്രധാനപ്പെട്ട ഹോട്ടലുകളും ഒരു മാസം 1-2 വർഷം ഫുള്ളായിട്ട് പോയി ഭക്ഷണം കഴിക്കും. അവിടുത്തെ ആംബിയൻസ് കാര്യങ്ങൾ, എന്താണ് കുറവ്, എന്താണ് പ്ലസ്സും മൈനസും നമ്മൾ പഠിച്ചിട്ടാണ്. എല്ലാം ശരിയായെന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ കൂടി അതിനൊക്കെ വ്യത്യസ്തമായിട്ട് കേരളത്തിൻ്റെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇത്രയും വലിയൊരു ഏരിയയിൽ ഇത്രയും ഡിഫറൻ്റ് ആയിട്ടൊരു റെസ്റ്റോറൻറ്റ്, അത് D9 ഞങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്കത് വളരെ എത്ര ടൗണിൽ എത്ര ഔട്ടറിലാണ്, എന്നിട്ട് ഞങ്ങൾ അത്രയും സക്സസ് ആയി കൊണ്ടു നടക്കുന്നു. ഇത്രയും ഒരാളും ഞങ്ങളെ സമയത്ത് തുടങ്ങിയ ഒരു ഹോട്ടലും വിജയിച്ചു എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ കൃപയും പാലക്കാട്ടുകാരെ പുണ്യം അവർ സപ്പോർട്ടും കൊണ്ട് ഞങ്ങളത് വളരെ ഭംഗിയായി കൊണ്ടു നടക്കുന്നുണ്ട്. വളരെ വൃത്തിയായിട്ട് ഒരു ഡിഫറെൻ്റ് ആംബിയൻസ്. ഫുഡ് മാത്രമല്ല, ഫുഡ് നമ്മൾ ഫൈൻ ഡൈൻ, നമ്മളിപ്പോൾ ഈ യുദ്ധം വന്നിട്ട് എല്ലാ ഹോട്ടലും മെനു ഒക്കെ വെട്ടിച്ചുരുക്കി. ഞങ്ങൾ ഒരു ഐറ്റം പോലും ഞങ്ങൾ വെട്ടിച്ചുരുക്കിയിട്ടില്ല. ഞങ്ങളെല്ലാം മെനു അന്നുണ്ട്, കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതൊക്കെ ഞങ്ങളെ പാർട്ട്നേഴ്സ് വളരെ വിജിലൻ്റ് ആയിട്ട്, നമ്മളെ ടീമുണ്ട്, ആ ടീം വളരെ വൃത്തിയായി ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഷെഫുമാരായിക്കോട്ടെ, അല്ലെങ്കിൽ GM-ഉം ആ റേഞ്ചിൽ എല്ലാവരും പാർട്ട്നേഴ്സ് ഓരോരുത്തരും ഓരോ റോൾ എടുത്തിട്ടുണ്ട്. അതവർ വൃത്തിയായി ചെയ്യണം. ഞാൻ ഇന്നലെ ഒരു കസ്റ്റമർ എന്നോട് പറഞ്ഞത്, നമ്മളവിടെ വന്നപ്പോൾ മാത്രമേ ഉള്ളൂ ഒരു മെനു കട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ ആദ്യത്തെ ആ ഗ്യാസിന് വലിയ പ്രയാസം വന്നപ്പോൾ 2-3 ദിവസം മാത്രമാണ് മീൽസ് നിർത്തിയത്. അത് പിന്നെ നമ്മളെ സ്ഥിരം കസ്റ്റമേഴ്സിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങളത് വേഗം തുടങ്ങി. നമുക്ക് ഭയങ്കര നഷ്ടമായിരുന്നു, പക്ഷെ ഞങ്ങൾ നിർത്തിയില്ല. ഞങ്ങൾ ആ മീൽസ് അതേപോലെ ഒന്നും കൂടി നന്നാക്കി എന്നല്ലാണ്ട് താഴത്തേക്ക് പോയിട്ടില്ല. വളരെ നന്നായിട്ട് തന്നെ ഞങ്ങൾ, വേറെ കേരളത്തിൽ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ടാവില്ല, ഫുൾ മെനു തുടക്കം മുതൽ എന്ത് മെനു ഉണ്ടോ അത് ആഡ് ചെയ്തിട്ടാണ് കുറച്ചിട്ടില്ല. അത് നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ട് കുറച്ച് എല്ലാം വിജയിച്ചൊന്നും പറഞ്ഞില്ല, പരാജയപ്പെട്ട കച്ചവടങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഒക്കെ വളരെ പ്ലാൻ ചെയ്തിട്ടേ ചെയ്യാറുള്ളൂ. ഈ മൾട്ടിപ്പിൾ ബിസിനസ് എങ്ങനെയാണ് സാറ് മാനേജ് ചെയ്യുന്നത്? അല്ല, അതിപ്പോൾ ഒരേ സമയത്ത് ഞാൻ പലതും പോയി തുടങ്ങിയിട്ടില്ല. ഞാനൊരു സംരംഭം ആകെ ഒരു ബിസിനസ് ഒറ്റയ്ക്ക് തുടങ്ങിയുള്ളൂ. അത് ഒറ്റയ്ക്ക് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ അച്ഛനും അമ്മയും ഒപ്പം ഉണ്ടായിരുന്നു. അന്ന് അനിയൻ പഠിക്കുകയാണ്. അനിയൻ പഠിത്തത്തിന് ശേഷം അനിയൻ ഞങ്ങളൊപ്പം വന്നു. നമ്മളെല്ലാ ബിസിനസ്സും പാർട്ട്നേഴ്സ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അത് തുടങ്ങി അതിനെപ്പറ്റി പഠിച്ചത് വിജയിച്ചതിന് ശേഷം മാത്രം
അത് ലോസ് കാണിച്ചാൽ പിന്നെ ഞാനൊരു ബിസിനസ് വേറെ പോയിട്ടില്ല. അത് വിജയിച്ചതിന് ശേഷം മാത്രമാണ് അടുത്ത ബിസിനസ്സിലേക്ക് പോയിട്ടുള്ളൂ. ആ ബിസിനസ് എന്തെങ്കിലും ആയിട്ട് ഞങ്ങൾ ഏതെങ്കിലും പാർട്ട്ണറെ ഏറ്റെടുക്കും, അത് നടക്കും, വൃത്തിയായി നടത്തും, അതിന് ശേഷം ഞാൻ അടുത്ത ബിസിനസ്സിലേക്ക് പോകുള്ളൂ. അല്ലാണ്ട് ഒരേ സമയത്ത് കുറേ എണ്ണം പോയി തുടങ്ങി അതൊക്കെ കുറേ ആൾക്കാരെ പൈസ മേടിച്ച് വെച്ച് അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാവരും മിനിമം ഒരു 4 പാർട്ട്നേഴ്സ് ഉണ്ടാവും. അത് തുടങ്ങും, അത് തുടങ്ങിയ ഒരു വിധം എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് അതിലേക്ക് ആയതിന് ശേഷം മാത്രമേ ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തം മാറുള്ളൂ. അല്ലാണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ വേറെ തലക്കി വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഓടില്ല. അപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും പാർട്ട്ണറായി താല്പര്യമുള്ളവരുണ്ടാവില്ല, അവരൊരാളെ ഏറ്റെടുക്കും, അത് നടത്തും. അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ. ഓക്കെ ഓക്കെ സാർ, ഇപ്പോൾ ഇതിനിടയിൽ സാർ പറഞ്ഞു പരാജയപ്പെട്ട ബിസിനസ്സുകളാണ്. അപ്പോൾ ഈ പരാജയപ്പെട്ട ബിസിനസ്സുകൾ, അപ്പോൾ പരാജയപ്പെടുമ്പോൾ സാറ് അതിൽ എന്തൊക്കെ മുൻകരുതലുകൾ അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രകൾ ഇനി ഇത് ചെയ്യരുത് അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ആദ്യം പരാജയപ്പെട്ടത് പറഞ്ഞാൽ എനിക്ക് ഈ സ്റ്റീൽ അലമാര കമ്പനി ഉണ്ടല്ലോ. ഈ സ്റ്റീൽ അലമാര കമ്പനി ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഒരു ഷോറൂം എല്ലാവരും ആഗ്രഹമാണല്ലോ, ഇതെവിടെയും വെച്ച് വിൽക്കണം. നമ്മൾ അന്നിങ്ങനെ ഓരോ കടയിൽ കൊണ്ടുപോയിട്ട് കൊടുക്കും, ചോദിക്കും, ആരും എടുക്കില്ല. നമ്മളെ പ്രൊഡക്റ്റ് ചോദിച്ചാൽ ആരും ഇത് വെക്കണ്ടേ, ഒരു ഡിസ്പ്ലേ വെച്ചാൽ നമുക്ക് ഇപ്പം ഞാൻ ഷോറൂം നടത്തുമ്പോൾ വെക്കാൻ ബുദ്ധിമുട്ടറിയാം. പക്ഷേ അന്ന് നമ്മൾ വിചാരം എന്താണ്, നമ്മളെ പ്രൊഡക്റ്റ് ആരും എടുക്കില്ല, നമ്മൾ കൊണ്ടുവച്ചാൽ ആരും നമ്മളെ സ്വീകരിക്കില്ല, നമ്മൾ ചെന്നാൽ മൈൻഡ് ചെയ്യില്ല. ഇപ്പം നമ്മുടെ ഷോറൂം നടത്തുമ്പോൾ നമുക്കതറിയാം, ആര് വന്നാലും ഇപ്പോൾ എല്ലാ പ്രൊഡക്റ്റ് എടുത്ത് വെക്കാൻ പറ്റില്ലോ. എൻ്റെ പ്രൊഡക്റ്റ് അത്ര വലിയ ഭംഗിയുള്ള സാധനമൊന്നും ആവില്ല. അപ്പം ഞാൻ എല്ലാവരും ആഗ്രഹം നമുക്കൊരു ഷോറൂം തുടങ്ങണം. അങ്ങനെ ഞാൻ ചെറുകര ടൗണിൽ, ചെറുകര മഹല്ല് പള്ളി കമ്മിറ്റിയുടെ ഒരു 3 റൂം, നമ്മളൊരു കുഞ്ഞുമാൻ ഹാജി ഉണ്ട്, നമ്മളെല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അന്ന് മുതൽ ചെറുപ്പത്തിലെ എല്ലാ അച്ഛൻ്റെ ഒപ്പം ഉണ്ടാവും, എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. ആജിയൊരു കുഞ്ഞുമാക്കാന്ന് ഞങ്ങൾ പറയും, കുഞ്ഞുമാക്ക ഒരു റൂം എടുത്തത് പള്ളി കമ്മിറ്റിയുടെ ഒരു ബിൽഡിങ്ങിൽ. പക്ഷേ ഞാൻ ഒരു 1.5 വർഷം ഒരു അലമാര വിൽക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ഒരു അലമാര വിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നിട്ട് ഞാൻ 1.5 കൊല്ലം അവിടെ പിടിച്ചു. അന്ന് 3000 രൂപ വാടകയാണ്. ഫസ്റ്റ് പരാജയപ്പെട്ടതാണ്. എൻ്റെ ശരിക്കും ഒരു 6 മാസത്തിനുള്ളിൽ പൂട്ടി പോരാ. പക്ഷെ ഞാൻ 1.5 കൊല്ലം അത് ഇങ്ങനെ ഉന്തി തള്ളി 19,000 രൂപ വാടകൻ്റെ കുറേ സമയം കളഞ്ഞു. ഫസ്റ്റ് പരാജയം അവിടുന്നാണ്. പക്ഷെ ഞാൻ പഠിച്ചു, കാരണം ഒരു 4 അലമാര വെച്ചുകൊണ്ടൊന്നും ഒരു ഷോറൂം നടത്താൻ പറ്റില്ല എന്നുള്ള കാര്യം പഠിച്ചു. അന്ന് എൻ്റെ ഡ്രീമാണ് നല്ല ഷോറൂം തുടങ്ങുന്നത്. പിന്നെ കുറേ കാലം കഴിയേണ്ടി വന്നു ചെയ്യാൻ. 2010 ഞങ്ങൾ പാലക്കാട് പിന്നെ ഷോറൂം, നല്ലൊരു ഷോറൂം തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് പരാജയം പറഞ്ഞ ഷോറൂം തന്നെയാണ്. ഓക്കെ ഓക്കെ സാറിൻ്റെ ഇതുവരെയുള്ള സംസാരത്തിൽ എപ്പോഴും ഈ പാലക്കാട് കേൾക്കുന്നുണ്ട്. സാറിൻ്റെ ജീവിതത്തിലാണെങ്കിലും പാലക്കാടുകാർ അല്ലെങ്കിൽ പാലക്കാട് എന്നുള്ള ഒരു ജില്ല തന്നെയുണ്ട്. അപ്പോൾ അതിനെങ്ങനെ നോക്കിക്കാണുന്നത്? പാലക്കാട് പറഞ്ഞാൽ നമ്മൾ വിജയിച്ച അവിടെ വന്നിട്ടല്ലേ. പെരിന്തൽമണ്ണയാണ് എനിക്ക് എല്ലാം, എൻ്റെ അടിവേരൊക്കെ അവിടെയാണ്. എനിക്ക് വളവും വെള്ളമൊക്കെ ഒഴിച്ചെന്ന് പെരിന്തൽമണ്ണയാണ്. പക്ഷേ എനിക്ക് ഈ നിലയിൽ എത്താൻ പറ്റിയത് പാലക്കാട് പോയതിനാണ്. പാലക്കാട് ജനങ്ങളാണ് നമ്മളെ ഈ നിലയിൽ എത്തിച്ചത്. മറക്കാൻ പറ്റില്ലല്ലോ. സാറിപ്പോൾ സാറിൻ്റെ ഒരു 35 വർഷത്തെ എക്സ്പീരിയൻസ് അത് നിസാരമല്ല. ഒത്തിരി പേർക്ക് ഇപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ഒത്തിരി പേർക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും എന്തായാലും. അപ്പോൾ ഇന്ന് ഒത്തിരി യുവാക്കൾ ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്, അതും ഇന്നോവേറ്റീവായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ് ആയിട്ട്. അപ്പോൾ അവരോട് എന്താണ് സാറിന് പറയാനുള്ളത്? പെൺകുട്ടികളുടെ വെച്ചാൽ എനിക്ക് പറയാനുള്ളത്, ബി ദ ബോസ് ഫസ്റ്റ്, ദെൻ ബോയ്സ്. ആൺകുട്ടികളുടെ വെച്ചാൽ സെറ്റ് ദ ഗോൾ ഫസ്റ്റ്, ദെൻ ഗേൾസ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഈ കുറച്ച് എന്തെങ്കിലും പൈസ വരുമ്പോഴേക്കും അത് കൂടെ കുറച്ചും കൂടി പൈസ കടം വാങ്ങി EMI ഇട്ട് അത് മേടിച്ച് ഇത് മേടിച്ച് മൊത്തം കടം, സിബിലും ഇല്ല, അതും ഇല്ല, ആകെ പ്രശ്നം. അപ്പോൾ അതിലേക്കൊന്നും പോവാതെ ആദ്യം നമ്മളെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് എത്തിയിട്ട്, ഇപ്പോൾ ആൺകുട്ടികളാണെന്ന് നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങൾ വേണം മനുഷ്യന്. അത് സെറ്റ് ചെയ്തിട്ട് അതിലേക്കുള്ള ഒരു യാത്ര ഉണ്ടാണ്. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ. പെൺകുട്ടികളാണെന്ന് ശരി, ആദ്യം പെൺകുട്ടികൾ, എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പം നമ്മളവർ പറയാനുള്ളത് എപ്പോഴും ആദ്യം ബോസാവും, ഒരു ആൻട്രപ്രണറായി, ഒരു ബോസായി. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ ജോലിക്ക് പോകാതെ മറ്റുള്ളവർ ജോലി കൊടുക്കുന്ന ഒരാളായി മാറുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴും നമ്മളൊരു 10 ആൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരാൾ. അച്ഛനൊക്കെ നമ്മൾ എപ്പോഴും പറയാതെ, നമ്മളെ വീട്ടിൽ പട്ടിണി കിടന്നാലും 10 ശമ്പളം കൊടുക്കുക, 10 ആൾക്ക് ശമ്പളം കൃത്യമായിട്ട് 1-ാം തീയതി കൊടുക്കാൻ പറ്റുക, അതാണ് മെയിൻ കാര്യം. അപ്പോൾ നമ്മൾ അച്ഛനെ പഠിപ്പിച്ചത് അതാണ്. സാറിൻ്റെ മക്കള് ബിസിനസ്സിലേക്ക് താല്പര്യമുണ്ടോ? അതൊന്നും ഇപ്പോൾ അവർ ചെറിയ കുട്ടികളെ, അവരൊന്നും പറയാറിയില്ല. മൂത്താളൊക്കെ ഇപ്പോൾ ബിടെക് 3rd ഇയർ ആയിട്ടുള്ളൂ. അവരൊക്കെ അവരിഷ്ടമാതിരി ചെയ്യട്ടെ, അതൊന്നും നമ്മൾ പ്ലാൻ ചെയ്യാനേ പറ്റില്ല. ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ സാറിൻ്റെ 0 to Hero എന്നുള്ള പ്രോജക്റ്റ് സാർ 2030 എത്തുമ്പോൾ അത് എവിടെ എത്താനാണ് ആഗ്രഹിക്കുന്നത്? അത് മാക്ഫൺ എന്നുള്ള ബ്രാഞ്ച്, നമ്മളെ മാക്ഫൺ എന്നുള്ള ബ്രാൻഡിൽ ഒരു 30 ഫർണിച്ചർ ഷോറൂം സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാവും 2030. അത് ചിലപ്പോൾ പേരൊന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ശരി, നമ്മുടെ 30 ഫർണിച്ചർ ഷോറൂമുകൾ, അത് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ വളർത്തി കൊടുത്ത 30 കുട്ടികൾ നടത്തും. അത് കാണണം നമുക്ക്, അതാണ് നമ്മളെ ആഗ്രഹം. സാറിൻ്റെ ഈ ഒരു വിഷനിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളിലേക്ക് വൈകാതെ തന്നെ എത്തപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഒത്തിരി 0 ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരെ ഹീറോ ആക്കി മാറ്റാൻ
സാറിന് ദീർഘായുസ്സും അതുപോലെ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, നിങ്ങളെല്ലാവരുടെയും ആശംസകളും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. താങ്ക് യു.